മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികാര നടപടിയിൽ ബലിയാടായ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സംഘാടന പിഴവുണ്ടായെന്ന മെമ്മോ നോട്ടീസിൽ. ചടങ്ങ് ഏകോപനത്തിൽ ശ്രദ്ധക്കുറവുണ്ടായെന്നും നോട്ടീസിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കനകക്കുന്നിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടി നടന്നത്. ഇത് ഗതാഗത മന്ത്രി ബഹിഷ്കരിച്ച് ഇത് വലിയ വാർത്തയായിരുന്നു, വിവാദവുമായിരുന്നു. ദിസ്ന സുരേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. ദിസ്ന, ദിവസമാണ് കനകക്കുന്ന് കൊട്ടാരത്തിനടുത്തുള്ള വേദിയിൽ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ഫ്ളാഗ് ഓഫ്, പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നത്. ഈ ചടങ്ങിനിടയിലാണ് മന്ത്രി ഗണേഷ് കുമാർ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞത്. അത്തരത്തിൽ പിന്നീട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മന്ത്രി നോട്ടീസ് അയക്കുകയായിരുന്നു. ആ വിശദീകരണ നോട്ടീസാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് പ്രധാനമായും പറയുന്നത് ഈ ഏകോപനത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു. ഈ നോട്ടീസ് കിട്ടിയ ഉടൻ തന്നെ എന്ത് നടപടി എടുത്തു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകണം എന്നൊരു കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, മന്ത്രി ഗണേഷ് കുമാർ വേദിയിലെത്തുകയും അതോടൊപ്പം തന്നെ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് വേദിയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ് മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. പാർട്ടിക്കാരും അതോടൊപ്പം തന്നെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും അല്ലാതെ മറ്റാരും വേദിയിൽ ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യം കൂടിയാണ് ഈ പ്രസംഗത്തിൽ ഉൾപ്പെടെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അനു, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.